ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു പേരുണ്ട്, സാന്താക്ലോസ്. പക്ഷെ നമ്മൾ കാണുന്ന ഈ രൂപത്തിന് പിന്നിൽ 1700 വർഷം പഴക്കമുള്ള ഒരു നിഗൂഢ ചരിത്രമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആർക്കൈവുകൾ പരിശോധിച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന ആഹ്ലാദവാനായ അപ്പൂപ്പൻ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ പരിണമിച്ചു വന്ന ഒന്നാണെന്ന് കാണാം. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്, എന്തുകൊണ്ടാണ് ആ ചുവന്ന കുപ്പായം വന്നത്, ഇതിനു പിന്നിൽ ഒരു വിശുദ്ധൻ്റെ ജീവിതവും പൗരാണിക ഐതിഹ്യങ്ങളും വലിയ ബിസിനസ് തന്ത്രങ്ങളുമുണ്ട്. വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതെ ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സാന്താക്ലോസിൻ്റെ യഥാർത്ഥ വേരുകൾ നമുക്കിന്ന് തിരയാം. വെൽക്കം ടു എക്കോസ് ആൻഡ് ഒറിജിൻസ്. നമുക്ക് 4-ാം നൂറ്റാണ്ടിലേക്ക് പോകാം. ഇന്നത്തെ തുർക്കിയിലെ മൈറ എന്ന നഗരത്തിൽ ജീവിച്ചിരുന്ന സെയിൻറ്റ് നിക്കോളാസ് എന്ന ബിഷപ്പാണ് ഈ കഥയുടെ അടിസ്ഥാനം. ചരിത്രകാരനായ ജെറമി സീലിൻ്റെ പഠനങ്ങൾ പ്രകാരം അതീവ സമ്പന്നനായിരുന്ന അദ്ദേഹം തൻ്റെ സമ്പത്ത് മുഴുവൻ പാവങ്ങൾക്കായി ചിലവഴിച്ചിരുന്നു. ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് അദ്ദേഹം ഇന്നും അത്ഭുത പ്രവർത്തകനായ ഒരു വിശുദ്ധനാണ്. പണമില്ലാത്തതിനാൽ ദുരിതത്തിലായ ഒരു കുടുംബത്തിലെ 3 പെൺകുട്ടികൾക്ക് രാത്രിയുടെ മറവിൽ നിക്കോളാസ് സ്വർണ്ണ നാണയങ്ങൾ നൽകി അവരെ സഹായിച്ചു. ആ നാണയങ്ങൾ പുകക്കുഴലിലൂടെ അകത്തേക്ക് വീണ് അവിടെ ഉണങ്ങാനിട്ടിരുന്ന സോക്സുകളിൽ ശേഖരിക്കപ്പെട്ടുവെന്ന് കാണാം. ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ പള്ളികൾ അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്മരിക്കുമ്പോൾ ഈ കരുണയുടെ കഥകളാണ് സാന്താക്ലോസ് എന്ന സങ്കല്പത്തിന് ജന്മം നൽകിയത്. എന്നാൽ കാലക്രമേണ വിവിധ സംസ്കാരങ്ങൾ ഈ കഥയിലേക്ക് അവരുടേതായ നിറങ്ങൾ ചേർത്തു. പൗരാണിക സോഴ്സ് ഐതിഹ്യങ്ങൾ പ്രകാരം ഓഡിൻ എന്ന ദൈവം ശിശിരകാലത്ത് തൻ്റെ 8 കാലുകളുള്ള കുതിരപ്പുറത്ത് ആകാശത്തിലൂടെ സഞ്ചരിക്കാറുണ്ടായിരുന്നു. നോർത്ത് പോളിലെയും യൂറോപ്പിലെയും നാടൻ കഥകളിൽ ഈ വിശ്വാസം ശക്തമായിരുന്നു. സാന്താക്ലോസിൻ്റെ 8 റെയിൻഡിയറുകൾ എന്ന സങ്കല്പത്തിന് ഈ പൗരാണിക കഥകളുമായി സാമ്യമുണ്ടെന്ന് പല ഗവേഷകരും ചൂണ്ടിക്കാട്ടുന്നു. യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാന കാലത്ത് പല വിശുദ്ധരുടെ ആഘോഷങ്ങളും നിലച്ചുപോയെങ്കിലും ഡച്ചുകാർ തങ്ങളുടെ സിൻഡർ ക്ലാസ് ഉപേക്ഷിച്ചില്ല. ആർക്കൈവുകൾ പ്രകാരം 17-ാം നൂറ്റാണ്ടിൽ അവർ അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോൾ സിൻഡർ ക്ലാസ് എന്ന പേര് ഇംഗ്ലീഷ് ഉച്ചാരണത്തിൽ പതുക്കെ സാന്താക്ലോസായി മാറുകയായിരുന്നു. മതപരമായ അതിർവരമ്പുകൾ ഭേദിച്ച് സാന്താക്ലോസ് എന്ന പേര് ലോകമെമ്പാടും പടരാൻ ഇത് കാരണമായി. നമ്മൾ ഇന്ന് കാണുന്ന സാന്താക്ലോസിന് ഈ രൂപം നൽകിയത് ആരാണ്? ചരിത്രരേഖകൾ പ്രകാരം 1823 ക്ലെമൻ ക്ലാർക്ക് മൂർ എഴുതിയ എ വിസിറ്റ് ഫ്രം സെയിൻറ്റ് നിക്കോളാസ് എന്ന കവിതയാണ് ഇതിൽ നിർണായകമായത്. സാന്താക്ലോസിന് ചുവന്ന കവിളുകളും ചിരിക്കുന്ന വയറുമുണ്ടെന്ന് അദ്ദേഹം വരികളിലൂടെ ലോകത്തോട് പറഞ്ഞു. അതുവരെ ഒരു മെലിഞ്ഞ ബിഷപ്പായിരുന്ന സാന്തയെ ഒരു തടിച്ച സന്തോഷവാനായ വൃദ്ധനായി മാറ്റിയത് ഈ കവിതയാണ്. 8 റെയിൻഡിയറുകളും അവയുടെ പേരുകളെയും ആദ്യമായി ലോകത്തിന് പരിചയപ്പെടുത്തിയതും മറ്റാരുമല്ല. പിന്നീട് 1860കളിൽ തോമസ് നാസ്റ്റ് എന്ന കാർട്ടൂണിസ്റ്റ് ഈ രൂപത്തിന് കൂടുതൽ മിഴിവ് നൽകി. സാന്താക്ലോസിന് നോർത്ത് പോൾ എന്ന വിലാസം നൽകിയത് നാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ആരും അവകാശപ്പെടാനില്ലാത്ത ഒരു സ്ഥലം എന്ന നിലയിലാണ് അദ്ദേഹം ഉത്തരധ്രുവം തിരഞ്ഞെടുത്തത്. സാന്താക്ലോസ് കുട്ടികളുടെ കത്തുകൾ വായിക്കുന്നതായും നല്ല കുട്ടികൾ, വികൃതി കുട്ടികൾ എന്നിങ്ങനെ ലിസ്റ്റുകൾ തരംതിരിക്കുന്നതുമായുള്ള ചിത്രങ്ങൾ നാസ്റ്റാണ് ആദ്യമായി അവതരിപ്പിച്ചത്. എന്നാൽ സാന്താക്ലോസിനെ ഒരു ആഗോള ഐക്കണാക്കി മാറ്റിയത് 1931 ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. കൊക്കക്കോള കമ്പനിക്ക് വേണ്ടി ഹാൻഡൻ സൺബ്ലോം എന്ന ചിത്രകാരൻ വരച്ച പരസ്യങ്ങൾ. അതുവരെ പല വസ്ത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന സാന്തയെ കൊക്കക്കോളയുടെ ലോഗോ നിറമായ ചുവപ്പിലും വെള്ളയിലും സ്ഥിരമായി അവതരിപ്പിച്ചത് സൺബ്ലോം ആണ്. ഒരു വലിയ മനുഷ്യന്റെ വലിപ്പമുള്ള സ്നേഹനിധിയായ ഒരു മുത്തശ്ശന്റെ രൂപം സാന്തയ്ക്ക് ലഭിക്കുന്നത് ഇവിടെ വെച്ചാണ്. പലരും വിശ്വസിക്കുന്നത് കൊക്കക്കോളയാണ് സാന്തയെ കണ്ടുപിടിച്ചത് എന്നാണ്. എന്നാൽ സത്യത്തിൽ അവർ ചെയ്തത് നിലവിലുണ്ടായിരുന്ന രൂപത്തെ ലോകമെമ്പാടും ബ്രാൻഡ് ചെയ്യുകയായിരുന്നു. ഇനി സാന്താക്ലോസിൻ്റെ വീടിനെ കുറിച്ച്. നോർത്ത് പോൾ എന്ന് നമ്മൾ പറയുമെങ്കിലും ലോകം അംഗീകരിച്ചിട്ടുള്ള സാന്തയുടെ ഔദ്യോഗിക ജന്മദേശം ഫിൻലൻഡിലെ റോവനേമി എന്ന പ്രദേശമാണ്. ലാപ്ലാൻഡ് മേഖലയിലെ ഈ ഗ്രാമം ഇന്ന് ലോകത്തിലെ സാന്താക്ലോസ് വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്. ആർക്കൈവുകൾ പരിശോധിച്ചാൽ 1950-ൽ എലനോർ റൂസ്വെൽറ്റ് ഈ പ്രദേശം സന്ദർശിച്ചതോടെയാണ് റോവനേമി സാന്തയുടെ നാടായി ലോകപ്രശസ്തമായത് എന്ന് കാണാം. ആർട്ടിക് സർക്കിളിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മാന്ത്രിക ഗ്രാമത്തിൽ ഇന്നും സാന്തയുടെ പോസ്റ്റ് ഓഫീസ് സജീവമായി പ്രവർത്തിക്കുന്നു. ഇറ്റലിയിലെ ബാരിയിലുള്ള സെയിൻറ്റ് നിക്കോളാസിൻ്റെ കബറിടം ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്നുണ്ട്. അവിടെ ഇന്നും ചരിത്രം ഉറങ്ങുന്നു. സാന്താക്ലോസ് എന്നത്
വെറും ഒരു ആഘോഷത്തിൻ്റെ പ്രതീകമല്ല, മറിച്ച് സെയിൻറ്റ് നിക്കോളാസ് എന്ന വിശുദ്ധൻ കാണിച്ചു തന്ന കാരുണ്യത്തിൻ്റെ ആഗോള പ്രതീകമാണ്. അദ്ദേഹം നോർത്ത് പോളിലല്ല ജനിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ സന്ദേശം ലോകത്തിൻ്റെ ഓരോ കോണിലും ഇന്നും ജീവിക്കുന്നു. ഈ ക്രിസ്മസിന് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് നമുക്കും സാന്താക്ലോസ് ആകാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.